शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് വായിക്കുന്നത്. അപ്പോൾ 12ാമത്തെ അധ്യായം ഭക്തിയോഗം നമ്മൾ വായിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 6ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. അപ്പൊ ഈ അധ്യായത്തിൽ അർജുനൻ ഭക്തിയുടെ ആ മഹത്വത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഭഗവാന്റെ രൂപത്തിനെ നേരിട്ട് ആരാധിക്കുന്ന യോഗികളാണോ അല്ലെങ്കിൽ ഭക്തന്മാരാണോ? അവ്യക്ത രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരാണ്. ആരാണ് കൂടുതൽ പരിപൂർണത നേടിയിട്ടുള്ളത്? ആരാണ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യം. അതിന് ഭഗവാൻ മറുപടി നൽകി കഴിഞ്ഞു. 2ാമത്തെ ശ്ലോകത്തിൽ മയാവേശ മനോയേമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേദാസ്തേമേ യുക്തതമോ മത. ഭഗവാന്റെ രൂപത്തിൽ, ഭഗവാന്റെ അതീന്ദ്രിയമായ രൂപത്തിൽ ആകർഷകരായിട്ട് ഭഗവാനെ പ്രേമപൂർവ്വം ഭഗവാന്റെ രൂപം ആരാധിക്കുന്നവർ തന്നെയാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അവ്യക്ത ബ്രഹ്മത്തെ ആരാധിക്കുന്നവരും അവസാനം ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഭഗവാനിൽ തന്നെ എത്തിച്ചേരും. അവസാനം അവർക്ക് ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടി വരും. കാരണം എന്താണ്? അവരും അന്വേഷിക്കുന്നത് പരമസത്യത്തെയാണ്. പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനായതുകൊണ്ട് സത്യം പരം ധീമഹി എന്ന ഭാഗവതത്തിൽ തുടങ്ങുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനായതുകൊണ്ട് പരമസത്യത്തെ അന്വേഷിക്കുന്ന വ്യക്തിഗതവാദികളും അവസാനം ഒരുപാട് ജന്മത്തിലെ ക്ലേശങ്ങൾക്ക് ശേഷം അവസാനം അവരും ഭഗവാനിൽ എത്തിച്ചേരും എന്ന് ഭഗവാൻ 3-4 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥ എന്ന് പറയും. പക്ഷെ ആ ഒരു മാർഗം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് 5ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താനി ഗതിർ ദുഃഖം ദേഹവത്പിർ അവാക്യത്തെ. ആ അവ്യക്തമായിട്ടുള്ള ആരാധന, ഭഗവാന് രൂപമില്ല എന്ന് കരുതിയുള്ള ഒരു ആരാധന, അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതൊട്ടും എളുപ്പമല്ല. അത് നമ്മളെ മാനസികമായിട്ട് പല രീതിയിലും വഴിതെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയും. അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം. അത് ദുഃഖകരമായിട്ടുള്ളൊരു വഴിയാണ് എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. ഭഗവാൻ ദുഃഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നേരിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹാരാധന തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഭഗവാന്റെ ആധികാരികമായിട്ടുള്ള വിഗ്രഹങ്ങൾ ഉപയോഗിക്കാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആധികാരികമായിട്ട് എങ്ങനെ വിഗ്രഹങ്ങൾ നിർമ്മിക്കാം എന്നൊക്കെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇന്ന് 6ഉം 7ഉം ശ്ലോകങ്ങൾ വായിക്കാം. 6ാമത്തെ ശ്ലോകം. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധൃത മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. വിവർത്തനം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ.
ഹരേ കൃഷ്ണ. മധുജി ഹരേ വായിച്ചു. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. ഏതു സർവാണി കർമാണി മയി സംന്യസ്യ മത്പരാഃ അനമന്യനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത മൃത്യു സംസാര സാഗരാത് ഭവാമി നാചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്കുകയെ ഭഗവത് കൃപയാൽ താമസം വിന ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് മോചിതരാകുമെന്നതിനാൽ ഭക്തന്മാർ വളരെ ഭാഗ്യശാലികളാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ ഭക്തിയുത സേവനം നടത്തുന്ന ഒരാൾക്ക് ഈശ്വരന്റെ മഹിമാതിശയവും വ്യക്തിഗതാത്മാവിന്റെ ആശ്രിതത്വവും മനസ്സിലാവും. ഭഗവത് സേവനമാണ് അയാളുടെ കർത്തവ്യം. അത് നിർവഹിക്കാത്ത പക്ഷം മായയുടെ സേവനത്തിലായിരിക്കും ഏർപ്പെടേണ്ടി വരിക. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഭഗവാന്റെ മൂല്യം അറിയാൻ സാധിക്കൂ. അതുകൊണ്ട് തികഞ്ഞ ഭക്തനാവുക. കൃഷ്ണനെ പ്രാപിക്കേണ്ടവൻ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കണം. കൃഷ്ണന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. ഏതു രീതിയിലുള്ള പ്രവർത്തനമായാലും പ്രശ്നമില്ല, അത് കൃഷ്ണന് വേണ്ടിയായിരിക്കണം. ഭക്തിയുടെ സേവനത്തിന്റെ മാനദണ്ഡം അതാണ്. പരമദിവ്യോത്തമ പുരുഷനെ പ്രസാദിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണനെ പ്രീതിപ്പെടുത്തലാണ് അയാളുടെ ജീവിത ഉദ്ദേശം. അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെയ്തതുപോലെ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി മറ്റെന്തും അയാൾ ത്യജിക്കും. ലളിതമാണ് ഈ പ്രക്രിയ. തന്റെ പ്രവൃത്തി ചെയ്യുക, അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് നിൽക്കുക. അതീന്ദ്രിയമായ ഈ ജപം ഭക്തനെ ഭഗവാനിലേക്ക് ആകർഷിക്കും. ഇങ്ങനെ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശുദ്ധഭക്തനെ അതിവേഗത്തിൽ സംസാര സാഗരത്തിൽ നിന്ന് മുക്തനാക്കാമെന്ന് ഇവിടെ പരമപുരുഷൻ സ്വയം വാഗ്ദാനം ചെയ്യുന്നു. യോഗ അഭ്യാസത്തിൽ മികവ് നേടിയവർക്ക് യോഗ പദ്ധതി കൊണ്ട് ഇച്ഛാശക്തിയാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കാൻ കഴിയും. മറ്റു ചിലർ ഈ അവസരത്തെ മറ്റു പല വഴിക്കും ഉപയോഗപ്പെടുത്തും. എന്നാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് അയാളെ നയിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭക്തന് പരമ വ്യോമത്തിലേക്ക് ഉയരാൻ യോഗശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വരാഹപുരാണത്തിൽ പറയുന്നു, നയാമി പരമം സ്ഥാനം അർച്ചിരാധിഗതം വിന ഗരുഡസ്കന്ധമാരോപ്യ യഥേച്ഛം അനിവാരിത. ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലേക്ക് ആത്മാവിനെ എത്തിക്കാൻ ഭക്തന് അഷ്ടാംഗ യോഗചര്യയുടെ ആവശ്യമില്ലെന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഭഗവാൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭഗവാൻ തന്നെ സ്വയം വിമോചകനാകുമെന്ന് ഇവിടെ തുറന്നു പറയുന്നു. ഒരു ശിശു പൂർണ്ണമായും അച്ഛനമ്മമാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് അതിന്റെ സ്ഥിതി സുരക്ഷിതവുമാണ്. അതുപോലെ ഒരു ഭക്തന് മറ്റു ഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ യോഗാഭ്യാസ പരിശീലനം ആവശ്യമില്ല. കാരുണ്യാതിരേകത്താൽ ഭഗവാൻ സ്വയം ഗരുഡവാഹനത്തിലേറി വന്ന അയാളെ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കും. സമുദ്രത്തിൽ വീണുപോയ ഒരാൾക്ക് എത്ര തന്നെ പാടുപെട്ടാലും നല്ലൊരു നീന്തൽക്കാരനാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ മറ്റൊരാൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അയാൾ രക്ഷപ്പെടും. ഭഗവാൻ ചെയ്യുന്നതും ഭക്തനെ ഭൗതിക ലോകത്തിൽ നിന്ന് എടുത്തു കയറ്റുകയാണ്. അയാൾ ലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയ കൈക്കൊണ്ട് ഭക്തിപൂർവ്വം സേവനത്തിൽ ഏർപ്പെട്ടാൽ മതിയാവും. ബുദ്ധിമാനായ ഏതൊരു മനുഷ്യനും ഈ ഭക്തിയുത സേവനത്തിന്റെ വഴി തന്നെയാണ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക. നാരായണീയത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ്: യാവൈ സാധാന സമ്പത്തി പുരുഷാർത്ഥ ചതുഷ്ടയേ തയാവിനാ തദാപ്നോതി നരോ നാരായണാശ്രയ. പലവിധം പരോദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ മാനസികമായ ഊഹാപോഹങ്ങളിലൂടെ അറിവ് നേടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. യോഗ പ്രക്രിയകൾ, തത്വചിന്തനം, നിത്യ അനുഷ്ഠാനങ്ങൾ, യജ്ഞദാനാദി കർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഭഗവത് ഭക്തി കൊണ്ട് മാത്രം കൈവരുത്താം. അതാണ് ഭക്തി സേവനത്തിന്റെ വിശിഷ്ട അനുഗ്രഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടുന്നത് കൊണ്ട് തന്നെ ഭക്തന് എളുപ്പത്തിലും സുഖമായും പരമലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. മതസംബന്ധിയായ മറ്റേതൊരു പ്രക്രിയ കൊണ്ടും ആ ലക്ഷ്യം പോകാനാവില്ലതാനും. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം ഭഗവാൻ ഇങ്ങനെ ഉപസംഹരിക്കുന്നു: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം തം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സാക്ഷാത്കാരത്തിനായുള്ള മറ്റു പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണാവബോധത്തോടെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുക. അത് ജീവിതത്തിന്റെ പരമമായ പൂർണ്ണതയിലെത്താൻ സഹായിക്കും. ചെയ്തുപോയ പാപകർമ്മങ്ങളെ പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭക്തൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാണല്ലോ. അദ്ദേഹം പൂർണ്ണമായും ആ ചുമതല ഏറ്റെടുക്കും.
ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ മോചനത്തിനായിക്കൊണ്ട് വൃഥാ യത്നിക്കേണ്ട കാര്യമില്ല. സർവശക്തനായ ഭഗവാൻ കൃഷ്ണൻ ഏവരും ആശ്രയിച്ചു കൊണ്ടാൽ മതി. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അംബിക മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭഗവത്ഗീതയിൽ ഭഗവാൻ ഏത് യോഗമാണ് നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. ഭഗവാൻ എപ്പോഴും ആരാധിക്കുന്ന, ഭഗവാനെ ആശ്രയിക്കുന്ന, ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന, ഭഗവാനെ സ്നേഹിക്കുന്ന ആ ഭക്തിയോഗം തന്നെയാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതെ, ഭഗവാന്റെ നിർദ്ദേശം എന്താണ്? ഭക്തിയോഗം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹരേ കൃഷ്ണ. പോയോ? നെറ്റ് പോയേക്കുവാണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വന്നുണ്ട് പ്രവൃത്തി വന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് അനന്യേനൈവ യോഗേന എന്നാണ്, അല്ലെ? മറ്റ് യോഗങ്ങളൊന്നുമല്ലാതെ ഏകാഗ്രമായിട്ട് ഭക്തിയോഗം കൊണ്ട് തന്നെ, ഭക്തിയോഗത്താൽ തന്നെ മാം ധ്യായന്ത വാസത്തെ എന്ന് പറയും. അപ്പോൾ ഭഗവാനെ തന്നെയാണ് ഇവിടെ ആരാധിക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത്. ഏതു സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളും മൈ സന്യസ്യ, ഭഗവാന് വേണ്ടി ചെയ്യുന്ന എന്നാണ് ഭഗവാൻ പറയുന്നത്. മത്പര എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ശിലപ്രഭാതർ വിശദീകരിക്കുന്നത് ഭഗവാനെ ജീവിത ലക്ഷ്യമാക്കി മാറ്റിയിട്ടുള്ള ഭക്തന്മാരെയാണ് മത്പര ഭക്തന്മാരെന്ന് പറയുന്നത്. അവരുടെ ഉദ്ദേശം ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ സേവിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയുള്ള ഭക്തന്മാരെയാണ്, ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തന്മാരെയാണ് മത്പര ഭക്തന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. തേഷാമഹം സമുദ്ധർത മൃത്യു സംസാര സാഗര. അങ്ങനെയുള്ള ഭക്തന്മാരെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി, ഭഗവാന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ആ ഭക്തന്മാരെ മൈ സന്യസ്യ മത്പര, ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്ന് മാത്രം ഉദ്ദേശിക്കുന്ന ശുദ്ധ ഭക്തന്മാരെ, മറ്റ് യോഗ പ്രക്രിയകളിലൊന്നും ഏർപ്പെടാതെ കുറെ ജ്ഞാനമാർഗം ചെയ്ത്, കുറെ ധ്യാനമാർഗം ചെയ്ത്, വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ഭഗവാന്റെ ഭക്തിയിൽ മാത്രം ശ്രദ്ധിച്ച് അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ആ ഭക്തന്മാർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ആ ഭക്തന്മാരെ പ്രത്യേകം അവരെ സംരക്ഷിക്കുന്നത് പറയുന്നുണ്ട്. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര. അവരെ ഞാൻ നേരിട്ട്, ഭഗവാൻ തന്നെ അവരെ ഈ ഭൗതിക ലോകമാകുന്ന സാഗരത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്ന്, മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് ഭഗവാൻ തന്നെ ഉയർത്തുമെന്നാണ് പറയുന്നത്. അല്ലെ, അവർക്ക് അവരുടെ ശക്തി ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല. ഭഗവാന്റെ ശക്തി ഉപയോഗിച്ച് ഭഗവാൻ തന്നെ അവരെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകും എന്ന് പറയും. ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസ. ഭവാമി ന ചിരാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ, സമയം വൈകാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ ഉയർത്തിക്കൊണ്ടുപോകും എന്ന് പറയും. പിന്നീട് അവർ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാ ജീവാത്മാക്കളോടും ഭഗവാന് ഒരേ ഭാവനയാണുള്ളത്. സമൂഹം സർവഭൂതേഷു, എല്ലാ ജീവാത്മാക്കളോടും ഭഗവാൻ ഒരേപോലെയാണ്.
പക്ഷെ ഭക്തന്മാരോട് ഭഗവാൻ സ്പെഷ്യലായിട്ട് പെരുമാറും. ഭക്തന്മാർക്ക് ഭഗവാൻ പ്രത്യേക സംരക്ഷണം നൽകും. ദേശാം എന്താണ് ഭഗവാൻ പറയുന്നത്? സമൂഹം സർവഭൂതേഷു നമേ ദേശോസ്തി ന പ്രിയം ഏ ഭജന്തി തുമാം ഭക്ത്യ. ആരാണോ എന്നെ ഭജിക്കുന്നത് അവർ എന്നിൽ തന്നെയാണ് കുടികൊള്ളുന്നത്, ഞാൻ അവരിലും കുടികൊള്ളുന്നു എന്ന് ഭഗവാൻ പറയാം. ഭഗവാനെ ഭജിക്കാത്തവരോടൊക്കെ ഭഗവാൻ ഒരേപോലെ തന്നെയാണ്. അവരോട് യാതൊരു ശത്രുതയുമില്ല, അവരോട് പ്രത്യേകിച്ച് അടുപ്പവുമില്ല അങ്ങനെ. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ പ്രത്യേകം സംരക്ഷിക്കുന്നു. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഭവാമി നച്ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസം. അവരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഈ ജന്മ മൃത്യു ജരാവ്യാധി ചക്രങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകും. അത് ഭഗവാൻ തന്നെ നേരിട്ട് ചെയ്യുമെന്ന് ഇവിടെ പറയാം. അത് ഭഗവാൻ നൽകുന്ന ഒരു വാക്കാണ്, അല്ലെ? ഭഗവാൻ ഭക്തന്മാർക്ക് നൽകുന്ന ഒരു വാക്കാണ്. ഭഗവാന്റെ ഭക്തിയോഗം, ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനെ സേവനം ചെയ്യുന്ന ഭക്തന്മാരെ ഇനി ഈ ഭൗതിക സാഗരത്തിൽ ഭഗവാൻ വയ്ക്കുകയില്ല. അവരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ തിരിച്ചു കൊണ്ടുപോകും എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അതാണ് അവർക്ക് വേണ്ടത്. അവർക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു ചെന്ന് ഭഗവാന്റെ സ്ഥിരമായിട്ടുള്ള സേവനത്തിൽ ഏർപ്പെടാനുള്ള അവസരം ഭഗവാൻ ഉണ്ടാക്കിക്കൊടുക്കും. അപ്പൊ ആർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്, ആർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്? അത് ഭക്തിയോഗികൾക്ക് മാത്രമാണ്. കാരണം എന്താണ്? അവർ മാത്രമാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. ഭക്തിയോഗത്തിലാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. മൈ സന്യസ്യമത്പര, അവരെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ ഒരു ആശ്രയമില്ല, അവർക്ക് മറ്റൊന്നും ആശ്രയമായിട്ടില്ല. അവർക്ക് അവരുടെ ബന്ധുക്കളോ അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ സ്വത്തോ ഇതൊന്നുമില്ല. അവർക്ക് ആകെയുള്ള ആശ്രയം എന്ത് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. അത് ഭഗവാനും വളരെ കൃത്യമായിട്ട് അറിയാം. എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവരെ പെട്ടെന്ന് തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുമെന്ന് പറയാം. അവർക്ക് മറ്റ് യോഗ പ്രക്രിയയിലൂടെ ഉയരേണ്ട ഒന്നുമില്ല. അവർക്ക് മറ്റ് യോഗമൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് വേദങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. വേദങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രാണായാമം അറിഞ്ഞിട്ടില്ലെങ്കിലും അഷ്ടാംഗയോഗം ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അവർക്ക് ഭക്തിയോഗം കൊണ്ട് തന്നെ ഭഗവാന്റെ സഹായത്താൽ ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അനന്യേനൈവ യോഗേന, മറ്റ് യോഗ പ്രക്രിയയിലൊന്നും ഏർപ്പെടാതെ ഭക്തിയോഗത്താൽ മാത്രം അവർക്ക് ഉയരാൻ സാധിക്കും. അപ്പൊ ഭക്തിയോഗിക്ക് മറ്റ് യാതൊരു ക്വാളിഫിക്കേഷനും ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ വേദങ്ങളൊക്കെ പഠിച്ചിട്ട് വരൂ, അല്ലെങ്കിൽ പ്രാണായാമം പഠിച്ചിട്ട് വരൂ എന്നൊന്നും ഭഗവാൻ പറയുന്നില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം ആര് തന്നെ ഏറ്റെടുക്കും? ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയും, അല്ലെ? അനന്യ ചിന്തയന്തോമാം ഏ ജനാ പരിഭാസത തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ യോഗക്ഷേമം, അവരുടെ ഭഗവാന്റെ അടുത്തേക്കുള്ള തിരിച്ചുപോക്ക് ആര് തന്നെ നോക്കിക്കോളും? ഭഗവാൻ തന്നെ നോക്കിക്കോളും. അവർ തിരിച്ചു പോകുന്നത് ആരുടെ ശക്തി കൊണ്ടല്ല, അവരുടെ ശക്തി കൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഭക്തന്മാര് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. മറ്റ് യോഗയിലൊന്നും അവരെന്ത് ചെയ്യുന്നില്ല? ഭഗവാന്റെ ശക്തി അങ്ങനെ ആശ്രയിക്കുന്നില്ല. അവർ സ്വന്തം ശക്തിയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും, പ്രാണനെ നിയന്ത്രിക്കും, അങ്ങനെ ക്രമേണ ആ ജീവനെ നട്ടലിന്റെ താഴെ ഭാഗത്തു നിന്നും മൂലാധാര ചക്രത്തിൽ നിന്നും ക്രമേണ ഉയർത്തിക്കൊണ്ടുവന്ന അവസാനം സഹസ്രാര പത്മത്തിൽ എത്തിക്കും. ആ സഹസ്രാര പത്മത്തിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു കടന്ന് ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് എത്താൻ സാധിക്കൂ. അതിന് അവർ ആശ്രയിക്കുന്നത് അവരുടെ തന്നെ ശക്തിയാണ്. അവരുടെ സാധനാശക്തി, തപസ്സിന്റെ നിഷ്ഠ, ഇതിലൂടെയൊക്കെയാണ് അവർ ഉയരുന്നത്. അതിന് ചിലപ്പോൾ ഒരുപാട് ജന്മങ്ങൾ വരും. ഒരുപാട് ജന്മത്തിലൂടെയാണ് ഒരു ജീവന് ഈ പ്രാണനെ നട്ടലിന്റെ താഴെ ഭാഗത്തു നിന്ന് ഉയർത്തി മുകളിൽ എത്തിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു പോകാൻ സാധിക്കും. പക്ഷേ ഭക്തിയോഗിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.
ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മാത്രം മതി. ഭഗവാൻ തന്നെ ആ ജീവനെ എടുത്ത് ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളും. ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിക്കുന്ന കാര്യം ഭഗവാൻ തന്നെ നോക്കിക്കോളും. അതിനെന്ത് ചെയ്താൽ മതി? ഭക്തിയോഗത്തിന്റെ നിഷ്ഠകൾ അനുസരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ടായി ഭഗവാൻ എന്നെ എല്ലാ അവസരത്തിലും രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഭക്തിയോഗത്തിന്റെ ഒരു സവിശേഷതയായിട്ട് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് മറ്റ് ഒരു യോഗ നിഷ്ഠയും അനുസരിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു യോഗ്യതയുടെയും ആവശ്യമില്ല. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായാൽ മതി. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് പറയാം. അവർക്ക് ഒരുപാട് ജന്മങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് യോഗ സാധനയിലൂടെയൊക്കെ ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ബഹുനാം ജന്മനാം അന്തേ. പക്ഷെ ഭക്തിയോഗിക്ക് ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. ഒരുപാട് ജന്മത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരൊറ്റ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഭവാമി ന ചിരാത് പാർത്ഥ. ന ചിരാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ എന്നാണ്. ഭക്തിയോഗിക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അല്ലെ, മറ്റ് യോഗയിലൂടെ ഒരുപാട് വർഷങ്ങൾ അവർക്ക് ധ്യാനയോഗമൊക്കെ ചെയ്യേണ്ടി വരും. കർദമ മഹർഷി 10,000 വർഷം ധ്യാനയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതേപോലെ വാൽമീകി മഹർഷി 60,000 വർഷം ധ്യാനം ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, പക്ഷെ ധ്രുവ മഹാരാജാവ് എത്ര കാലമാണ് ഭഗവാന്റെ ആരാധന ചെയ്തത്? 6 മാസം മാത്രമാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഭഗവത് സാക്ഷാത്കാരമുണ്ടായി. അപ്പൊ നേരിട്ട് ഭക്തിയോഗം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് പറയും. അവരെ സംരക്ഷിക്കാൻ ഭഗവാൻ തന്നെ വരുമെന്നാണ് പറയുന്നത്. ഭഗവാൻ വരും, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഒരു ജീവൻ ഈ ഭൗതിക സംസാര സാഗരത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നത് എന്ന് പറയും. അതിനൊരു ഉദാഹരണം ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഒരു വ്യക്തി സമുദ്രത്തിൽ വീണ് കഴിഞ്ഞാൽ അയാൾ എത്ര വലിയ നീന്തൽക്കാരനാണെങ്കിലും, വലിയ സ്വിമ്മിങ് എക്സ്പേർട്ട് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കരയ്ക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത്രയും വലുതാണ് സമുദ്രം. അത് മുഴുവൻ നീന്തി കിടക്കുമ്പോഴത്തേക്ക് അദ്ദേഹം തളർന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു ബോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് കരയിലെത്താൻ സാധിക്കും. ബോട്ടിൽ കയറി ഇരുന്നാൽ മതി, അല്ലെ? അത് അദ്ദേഹത്തിനെ കരയിലേക്ക് എത്തിക്കും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെയുള്ള ഒരു ബോട്ടാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. ആ ബോട്ടുമായിട്ട് വരുന്നത് ആരാണ്? ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവാണ്, ആധ്യാത്മിക ഗുരുവാണ് നമ്മൾക്ക് ആ ബോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വെറുതെ കൈയും കാലും ഇട്ടും അടിച്ച് നമ്മുടെ ശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ബോട്ടിൽ കയറി ഇരുന്നാൽ മതി. ആധ്യാത്മിക ഗുരു പറയുന്നത് കേട്ട് ബോട്ടിൽ ഇരുന്നാൽ മതി. അപ്പോൾ ആ ആധ്യാത്മിക ഗുരു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, ഭഗവാന്റെ നിർദ്ദേശത്തോടു കൂടി നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഭക്തിയോഗം വളരെ ഈസി ആയത് എന്തുകൊണ്ടാണ്? അതിൽ ഭഗവാന്റെ കാരുണ്യമുണ്ട്, ആ ഭഗവാന്റെ ശക്തിയുണ്ട്. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് ഭക്തൻ രക്ഷപ്പെടുന്നത്. മറ്റുള്ള യോഗ പദ്ധതിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ട് മാത്രമാണ്. പൂർണ്ണമായിട്ട് ഭഗവാനെ അവർ ആശ്രയിക്കുന്നില്ല. പക്ഷെ ഭക്തൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഉദാഹരണം ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഒരു കുട്ടി പൂർണ്ണമായിട്ടും അച്ഛനമ്മമാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പൂർണ്ണ സംരക്ഷണം ആ കുട്ടിക്ക് നൽകും, അല്ലെ? ഒരു അനുസരിക്കാത്ത കുട്ടിക്ക് നൽകുന്ന സംരക്ഷണത്തിനേക്കാൾ കൂടുതൽ സംരക്ഷണം സ്വാഭാവികമായിട്ടും ഒരു അച്ഛനമ്മമാര് പൂർണ്ണമായിട്ടും തങ്ങളെ അനുസരിച്ച്, തങ്ങളെ ആശ്രയിക്കുന്ന കുട്ടിക്ക് കൂടുതൽ സംരക്ഷണം നൽകും. അതേപോലെയാണ് ഒരു ഭക്തിയോഗിയുടെ കാര്യം എന്ന് പറയുന്നത്. അവരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ തിരിച്ച് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക. കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഭഗവാന്റെ നാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കുക. അതേപോലെ ഭക്തിയുഗത്തിലെ ചില നിയമങ്ങളൊക്കെ അനുസരിക്കുക. മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യാൻ
സാധിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊന്നും നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ ശീലിച്ചു വന്നിട്ടുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായി. അതൊന്നും ഭക്തിയോഗത്തിന് ബാധകമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തിയോഗം നേരിട്ട് ഭഗവാനുള്ള സേവനമാണ്. നമ്മൾ ചിലപ്പോൾ അതുവരെ പരിശീലിച്ചിട്ടുണ്ടായിരിക്കുക വേറെ എന്തെങ്കിലും ചില ആചാരങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ മുൻ തലമുറ ചെയ്തിട്ടുള്ള, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ തറവാട്ടിൽ അങ്ങനെ ഒരു അനുഷ്ഠാനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അനുഷ്ഠാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യം ഭക്തിയോഗത്തിനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയുടെ അവസാനം പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ധർമ്മം എന്നുള്ള പേരിൽ നീ അനുസരിക്കുന്ന, ഇതുവരെ ആചരിച്ചു പോന്ന കാര്യങ്ങളൊന്നും ഇവിടെ പാലിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ മറന്നേക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ, ഇതുവരെ നമ്മൾ അനുസരിച്ചിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊന്നുമല്ല ഭക്തിയോഗം. ഭഗവാന്റെ നേരിട്ടുള്ള സേവനമാണ് ഭക്തിയോഗം. അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാവും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മാമേകം ശരണം വ്രജ, ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറയും. അപ്പൊ നാരായണീയത്തിലും അതേപോലെ പറയുന്നുണ്ട്. ശ്രീലഭുപാദർ പറയുന്നത്, നമ്മൾ പല വിധത്തിലുള്ള കർമ്മങ്ങൾ, കർമ്മ അനുഷ്ഠാനങ്ങൾ, അതേപോലെ സാധനങ്ങൾ, തപസ്യകൾ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളെയൊന്നും നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ആ ചടങ്ങുകളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇത് ഭഗവാൻ നൽകുന്ന ഒരു ഉറപ്പാണ്. ഇതിലാണ് ഭക്തന്മാരുടെ വിശ്വാസം. അത് വിശ്വസിക്കാൻ സാധിക്കുന്നവരാണ് ഭക്തന്മാർ. അവർ അതിൽ വിശ്വസിച്ച് ഭഗവാന്റെ സേവനത്തിൽ മാത്രം ശ്രദ്ധിച്ച് അത് മാത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഭഗവാൻ പറയുന്ന അടുത്ത ശ്ലോകങ്ങൾ, ഇങ്ങനെയുള്ള ആ ഭക്തിയുഗത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെ എത്തിച്ചേരാം. എല്ലാവർക്കും ഒരേ മാനസികമായിട്ടുള്ള ഉയർച്ച ആയിരിക്കുകയില്ല ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഒരേ സാഹചര്യമായിരിക്കുകയില്ല. എല്ലാവർക്കും ഒരേപോലെ ഭഗവാനിൽ വിശ്വാസവും ഉണ്ടായിരിക്കുകയില്ല. അപ്പം ഓരോരുത്തരുടെയും നിലവാരമനുസരിച്ച്, അവരുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച്, അവരുടെ സാഹചര്യം അനുസരിച്ച് എങ്ങനെയൊക്കെ ഭക്തിയിലേക്ക് പ്രവേശിക്കാം, അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ ഒറ്റയടിക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പലരും പല നിലവാരത്തിലുള്ളവരാണ്. ജ്ഞാനപ്പാനയിലും പൂന്താനം പറയുന്നുണ്ട് അല്ലെ, മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിന് വിശേഷമുണ്ടോർക്കണം. മനുഷ്യന്മാർ പല രീതിയിലാണ്, പല മാനസികമായിട്ടുള്ള നിലവാരത്തിലാണ്. എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് അടുത്ത ദിവസം എല്ലാവരും ശുദ്ധഭക്തന്മാരായി തീരും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വ്യത്യസ്ത ഭക്തിയിലെ നിലവാരങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള നിലവാരം ഏതാണോ അത് നമ്മൾക്ക് സ്വീകരിച്ച് അതിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഉയരാൻ ശ്രമിക്കാം. ക്രമേണ പടിപടിയായിട്ട് ശനൈ ഉപരമേത് എന്ന് ഭഗവാൻ പറയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് ആ ഭക്തിയിൽ ഉയർന്നു വരാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് ആ ഭക്തിയിലെ നിലവാരം സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് പിന്നീട് ക്രമേണ ഉയരാനുള്ള അവസരമാണ്, അതിനുള്ള നിർദ്ദേശമാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നത്. അത് 8ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ഭക്തിയിലെ വ്യത്യസ്ത നിലവാരങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 8ാമത്തെ ശ്ലോകം. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ ഊർധ്വം ന സംശയഃ.
വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അജിത് പ്രഭുജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മയ്യേവ മന ആശ്വസ്യ മയീ ബുദ്ധിം നിവേശയ. യസ്യസ്തി മയ്യേവ അധഊർദ്ധം ന സംശയ. പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് സ്വീകരിച്ചായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ ഭക്തിപൂർവ്വം മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് ആരംഭം മുതൽക്ക് അതീന്ദ്രിയമാണ് അയാളുടെ നില എന്നതിന് സംശയമില്ല. ഭക്തൻ ജീവിക്കുന്നത് ഭൗതിക തലത്തിലല്ല, കൃഷ്ണനിലാണ്. ഭഗവാന്റെ തിരുനാമത്തിനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭക്തൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തിയും ആ നാവിനെ നൃത്തമാടും. ഭഗവാൻ സ്വയം അത് ആസ്വദിക്കുന്നു. ആ ഉത്കൃഷ്ടം ഭക്ഷിച്ചിട്ട് ഭക്തൻ കൃഷ്ണവത്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരം സേവന ക്രിയകളിൽ ഏർപ്പെടാത്തവർക്ക് ഇനി എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവുകയില്ല. എങ്കിലും ഭഗവത്ഗീതയും മറ്റു വൈദിക സാഹിത്യങ്ങളും ശുപാർശ ചെയ്യുന്ന പ്രക്രിയയാണിത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അജിത് പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഭക്തിയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നത്. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അധ ഊർധം ന സംശയ. പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് തന്നെ മനസ്സിൽ ചിന്തിക്കുക. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ. ആ ബുദ്ധിയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുക. ഇത് ഒരു ഉന്നതനായിട്ടുള്ള ആ ഭക്തന്റെ, ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണമാണ്. ഒരു ശുദ്ധഭക്തൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണ്. അല്ല, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തന്മാർ സ്വാഭാവികമായിട്ട് ആരും ഒരു നിർബന്ധവും കൂടാതെ എല്ലാ സാഹചര്യത്തിലും, അവര് ആശ്രമത്തിൽ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവര് ക്ഷേത്രത്തിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവരെവിടെ ഇരുന്ന് കഴിഞ്ഞാലും എപ്പോഴും ചിന്തിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ചായിരിക്കും. മയ്യേവ മന, എപ്പോഴും ഭഗവാനെ കുറിച്ചായിരിക്കും അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതോ എങ്ങനെ ഭഗവാന്റെ പ്രചരിപ്പിക്കാം, എങ്ങനെ ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നതിന് വേണ്ടി, അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി, പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അവരുടെ ബുദ്ധിയും ഉപയോഗിക്കും. അവർക്കത് സ്വാഭാവികമാണ്. എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കും, എങ്ങനെ ഭക്തി പ്രചരിപ്പിക്കാം എന്ന് 24 മണിക്കൂറും ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഭക്തിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു തുടക്കക്കാരനായിട്ടുള്ള വ്യക്തിക്ക് സാധിച്ചു എന്ന് വരില്ല, അല്ലെ? സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭൗതികമായിട്ടുള്ള മനസ്സ്, ഭൗതികമായിട്ടുള്ള ശരീരം, ഭൗതികമായിട്ടുള്ള ചിന്തകൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഉള്ള താല്പര്യത്തിനേക്കാൾ സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് ക്രമേണ മാത്രമേ ഈ ഒരു നിലവാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നിലവാരമാണ്. അത് നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. കാരണം അതിന്റെ ഭാവാർത്ഥത്തിൽ ഈ ഒരു നിലവാരത്തിനെ കുറിച്ച് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. അഥ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ദിവ്യ മാതാജി വായിച്ചു. അധചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവനെ, എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ
ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക. ഭാവാർത്ഥം: ഭക്തിയോഗത്തിന്റെ 2 വ്യത്യസ്ത പ്രക്രിയകൾ ഈ ശ്ലോകം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ ദിവ്യപ്രേമത്തോടെ യഥാർത്ഥമായി ആസക്തി വളർത്തിയിട്ടുള്ള ഒരാൾക്ക് യോജിച്ചതാണ്. അപ്രകാരം പരമപുരുഷനോട് ദിവ്യപ്രേമത്തോടെയുള്ള ആസക്തി ഉണർന്നു വരാത്തവർക്ക് യോജിച്ചതാണ് മറ്റേത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില വിധിപൂർവകമായ നിബന്ധനകൾ ആചരിക്കേണ്ടതുണ്ട്. അവ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ക്രമേണ കൃഷ്ണനിൽ ആസക്തി വളർന്നു വരും. ഭക്തിയോഗം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ എപ്പോഴും അശുദ്ധങ്ങളാണ്. ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധി വന്നാൽ അവയെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം. ഈ ഭൗതിക ലോകത്തിൽ നാം ഏതെങ്കിലും ഒരു യജമാനനെ സേവിക്കുന്നുണ്ട്. എങ്കിലും വാസ്തവത്തിൽ സ്നേഹത്തോടെയാവില്ല. വെറും പണത്തിന് വേണ്ടിയാണ് ആ സേവനം. യജമാനനുമില്ല സ്നേഹം. നമ്മുടെ സേവനം അയാൾ ഉപയോഗപ്പെടുത്തുന്നു, പകരം പണം തരുന്നു എന്ന് മാത്രം. സ്നേഹത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. ആത്മീയ ജീവിതത്തിലാകട്ടെ വിശുദ്ധ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ഉയരുക തന്നെ വേണം. ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭക്തിപൂർവകമായ സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആ തലത്തിലേക്ക് ഉയരാം. ഏതൊരാളുടെ ഹൃദയത്തിലും ഈശ്വരനോടുള്ള പ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുന്നുമുണ്ട്. ഭൗതിക ബന്ധം കൊണ്ട് മാലിന്യം പൂണ്ടിട്ടാണെന്ന് മാത്രം. ഭൗതികതാ ബന്ധമുള്ള മനസ്സിനെ ഇപ്പോൾ ശുദ്ധീകരിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന നൈസർഗികമായ കൃഷ്ണപ്രേമത്തെ ഉണർത്തുകയും വേണം. അതാണ് ഈ പ്രക്രിയ. ഭക്തിയോഗത്തിന്റെ വിധിപൂർവക നിയമങ്ങൾ പരിശീലിക്കാൻ നിപുണനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് ദിനചര്യകൾ ചിട്ടപ്പെടുത്തണം. പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേണം. ഭഗവാന് അർപ്പിക്കാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കണം, നിവേദ്യം തയ്യാറാക്കണം, പ്രസാദം ഭക്ഷിക്കണം. ഇങ്ങനെ ഭക്തൻ തുടർന്ന് ചെയ്യുന്ന നിയമബന്ധനകൾ പലതുമുണ്ട്. ശുദ്ധഭക്തരിൽ നിന്ന് ഭാഗവതവും ഭഗവത്ഗീതയും തുടർച്ചയായി കേൾക്കണം. ഈ പരിശീലനം കൊണ്ട് ആർക്കും ഭഗവത് പ്രേമത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയും. അങ്ങനെ ക്രമേണ ആത്മീയമായ ദൈവിക സാമ്രാജ്യത്തിലേക്കുള്ള അയാളുടെ മുന്നേറ്റം സുനിശ്ചിതമാണ്. ഇങ്ങനെ ഒരു ആത്മീയാചാര്യന്റെ മേൽനോട്ടത്തിൽ വേണ്ടുന്ന ബന്ധനങ്ങളോടെ ചെയ്യുന്ന ഭക്തിയോഗ പരിശീലനം ആരെയും ഭഗവത് പ്രേമ തലത്തിലേക്ക് എത്തിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ച് ഭഗവാൻ പറയുകയാണ്. അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് സാധിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അത ചിത്തം സമാധാതും ന ശക്നോഷി മൈ സ്ഥിരം. എന്നിൽ സ്ഥിരമായിട്ട് മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. അഥവാ എന്ന് പറയുന്നത് പറഞ്ഞാൽ അഥവാ എന്നാണ്. അപ്പൊ ഭഗവാൻ എന്താണ് നമ്മുടെ മനസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഭഗവാൻ ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ല വെക്കുന്നത്, അല്ലെ? ഭഗവാൻ പല ഓപ്ഷൻ നമ്മൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. നിനക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താലും മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കുക, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. അതെങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. സ്വാഭാവികമായിട്ട് പ്രേമപൂർവം ഭജതാ പ്രീതിപൂർവകം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ സ്വാഭാവികമായിട്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, സ്വാഭാവികമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഭക്തി. പക്ഷെ ഈ ഭൗതിക ലോകത്ത് അങ്ങനെയുള്ള ഭക്തി വളരെ റെയറാണ്, വളരെ ദുർലഭമാണ്. ഭഗവാൻ അടുത്തൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? അധചിത്തം സമാധാതും ന ശക്നോഷി മൈ സ്ഥിരം. അങ്ങനെ സ്ഥിരമായിട്ട് സ്വാഭാവികമായിട്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് അങ്ങനെ അത്ര പാകപ്പെട്ടിട്ടില്ലെങ്കിൽ, കാരണം എന്താണ്? ഭഗവാൻ പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. ആ പരിശുദ്ധനായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും എന്തായിരിക്കണം? പരിശുദ്ധമായിരിക്കും. ഭഗവാൻ പവിത്രമാണ്, അല്ലെ? അർജുനൻ നേരത്തെ തന്നെ പറഞ്ഞു, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ഭഗവാൻ പവിത്രമാണ്.
ആ പവിത്രമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ അത് സാധാരണ മനസ്സിന് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സും അതുപോലെ പവിത്രമായാലേ എപ്പോഴും പവിത്രമായിട്ടുള്ള ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും പവിത്രമായിട്ടുള്ള ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും സാധിക്കും. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. കാരണം ഭൗതികമായിട്ടുള്ള മനസ്സുകൊണ്ട് പെട്ടെന്ന് തന്നെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭഗവാന്റെ സേവനം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ, അടുത്ത ഒരു സ്റ്റെപ്പ് ഭഗവാൻ പറയുന്നത് അധചിത്തം സമാധാനം. അതിന് നിനക്ക് അഥവാ നിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും എന്നിൽ സ്ഥിരമായിട്ട് ഉറപ്പിച്ച് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ സാധിക്കുന്നില്ലെങ്കിൽ, നശക്നോഷി മൈ സ്ഥിരം, എന്നിൽ സ്ഥിരമായിട്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അതിനുവേണ്ടി നീ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഉപേക്ഷിക്കാനല്ല, എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചെയ്യേണ്ട എന്നല്ല. അതിനുവേണ്ടി ട്രൈ ചെയ്യണം. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ ക്രമേണ നിനക്കും അതിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് എത്താൻ സാധിക്കുകയില്ല എന്നല്ല, എത്താൻ സാധിക്കും. പക്ഷെ അതിന് ആദ്യം ചില നിയമങ്ങളൊക്കെ അനുസരിച്ചാൽ മതി. അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി, അല്ലെ? ഒരു വ്യക്തിക്ക് നൃത്തം ഒരു സ്റ്റേജിൽ നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ നൃത്തമൊന്നും അറിയുന്നില്ല. എന്ത് ചെയ്താൽ മതി? പ്രാക്ടീസ് ചെയ്താൽ മതി. നൃത്തം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിനക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും. അതേപോലെ ഭഗവാന്റെ ഭക്തി പൂർണ്ണമായിട്ടും നമുക്കിപ്പോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല എന്നല്ല. നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് പാകപ്പെടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതിനെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അഭ്യാസയോഗേന തതോ. അതിനു വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചാൽ മതി. ഭക്തിയോഗത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നേരത്തെയും പ്രാക്ടീസിന്റെ പ്രാധാന്യം ഭഗവാൻ 6ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭ്യാസേനത് കൗന്ദേയ, പ്രാക്ടീസിലൂടെ എത്താൻ സാധിക്കും. അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ സമയത്തും ഭഗവാൻ പറഞ്ഞത് പ്രാക്ടീസിലൂടെ സാധിക്കുമെന്നാണ്. പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെയും ഭഗവാൻ പറയുന്നത് അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. ഭക്തിയോഗത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തില് ആ ഭക്തിയോഗത്തിന്റെ 2 പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത്. ഒരു പ്രവർത്തനം, ഒരു നിലവാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സ്നേഹപൂർവ്വം ഭഗവാൻ ഭക്തി ചെയ്യുന്ന ഭക്തന്മാരുടെ പ്രവർത്തനമാണ്. മറ്റേത് നിയമനിഷ്ഠകൾ അനുസരിച്ച് കൊണ്ടുള്ള സാധനാ ഭക്തിയാണ്. നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് സാധനാ ഭക്തിയാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാനോട് ആ പ്രേമം ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇതാണ് ശരി, അപ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ നിയമങ്ങളൊക്കെ അനുസരിക്കും. ഭക്തിയുടെ നിയമങ്ങളൊക്കെ അനുസരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ആദ്യത്തെ ഘട്ടത്തിലൊന്നും നമ്മൾക്ക് ഇഷ്ടമായി എന്ന് വരില്ല ആ നിയമങ്ങളൊന്നും. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അതിന് ഭക്തിയോഗത്തിൽ നമ്മൾക്ക് ചില നിയമങ്ങളുണ്ട്, അല്ലെ? നമ്മൾ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കും, എന്നിട്ട് ഭഗവാന് പൂജകളൊക്കെ ചെയ്യും, ഭഗവാൻ ആരതി ചെയ്യും, അതേപോലെ നാമം ജപിക്കും. പിന്നീട് ഭഗവാന് നിവേദ്യം തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കും. ആ ഭഗവാന് സമർപ്പിച്ച പ്രസാദം മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം കൃത്യമായിട്ട് ജപിക്കും. അതേപോലെ ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്നും കേൾക്കും. ഭഗവത്ഗീത, ഭാഗവതം നമ്മൾ വായിക്കും. അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കും. ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള സാധന ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് മാറും. അങ്ങനെ നമ്മൾക്ക് ഭക്തിയിലേക്ക് ക്രമേണ ഉയർന്നു വരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്ന 2ാമത്തെ ഓപ്ഷൻ. ആദ്യം ശുദ്ധഭക്തിയെ കുറിച്ച് പറയുന്നു, 2ാമത്തേത് സാധനാ ഭക്തിയെ കുറിച്ചാണ് ഇവിടെ
ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലും മതി, അങ്ങനെ ചെയ്താലും നമുക്ക് ഉയർച്ച ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതും പറ്റാത്തവർക്കുള്ള മാർഗം അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ശ്ലോകം വായിക്കാം.